Good morning all. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ് ഫിസിക്കൽ ചേഞ്ച്, എന്താണ് കെമിക്കൽ ചേഞ്ച് എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ എന്താണ് ഇതെന്നുള്ളത് നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കാം. ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ എന്താണ് ഡീൽ ചെയ്യുന്നത് എന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കാം. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്, ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് വാട്ട് ഈസ് ഫിസിക്കൽ ചേഞ്ച്, എന്താണ് ഫിസിക്കൽ ചേഞ്ച്, വാട്ട് ഈസ് കെമിക്കൽ ചേഞ്ച്, എന്താണ് കെമിക്കൽ ചേഞ്ച്. ദാറ്റ് ഈസ് വി ഓൾറെഡി ഡീൽഡ്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു എന്താണ് ഫിസിക്കൽ ചേഞ്ച്, എന്താണ് കെമിക്കൽ ചേഞ്ച് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം രണ്ടിന്റെ എക്സാമ്പിൾ എന്താണെന്ന് നമ്മൾ കണ്ടു അല്ലേ, എന്താണ് രണ്ടിന്റെ എക്സാമ്പിൾ എന്നുള്ളത് കണ്ടു. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഇതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് നമുക്ക് പഠിക്കണം. എന്താണ് കെമിക്കൽ ചേഞ്ച്, എന്താണ് ഫിസിക്കൽ ചേഞ്ച്, ഇതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് നമുക്ക് പഠിക്കണം. അതിനുശേഷം വാട്ട് ഈസ് റെസ്റ്റിംഗ് ഓഫ് അയൺ, എന്താണ് അയണിന്റെ റെസ്റ്റിംഗ് എന്നുള്ളത് പഠിക്കണം. അതിനുശേഷം ഗാൾവനൈസേഷൻ, അതിനുശേഷം ക്രിസ്റ്റലൈസേഷൻ. ഈ 3 ടോപ്പിക്സ് കൂടെ പഠിച്ചിട്ട് നമ്മൾ ഈ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഒന്നുകൂടെ നമുക്കൊന്ന് കൊണ്ടുവരാം. വാട്ട് ഈസ് എ ഫിസിക്കൽ ചേഞ്ച് ആൻഡ് വാട്ട് ഈസ് എ കെമിക്കൽ ചേഞ്ച് നമ്മൾ കണ്ടു. കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഗംഗയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് എങ്കിൽ, നകുലന്റെ പഴയ ഗംഗയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് ചേഞ്ചസ് ആർ കോൾഡ് ഫിസിക്കൽ ചേഞ്ചസ്. അങ്ങനത്തുള്ള ചേഞ്ചസുകളാണ് ഞാൻ എന്തെന്ന് വിളിച്ചത് ഫിസിക്കൽ ചേഞ്ച്. റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ. അപ്പൊ നോക്കിക്കേ എന്താണ് ഫിസിക്കൽ ചേഞ്ച് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. പ്രോപ്പർട്ടീസ് സച്ച് ആസ് ഷേപ്പ്, സൈസ്, കളർ ആൻഡ് ദ സ്റ്റേറ്റ് ഓഫ് സബ്സ്റ്റൻസ് ആർ കോൾഡ് എ ഫിസിക്കൽ പ്രോപ്പർട്ടി. എന്തിനാ നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് വിളിക്കുക? നമ്മൾ ഭൗതിക സ്വഭാവം എന്നൊരു സാധനത്തിനെ വിളിക്കണമെങ്കിൽ നമ്മളിപ്പോൾ ഒരാളെ കാണുകയാണ്. ഇപ്പോൾ തന്നെ നിതിൻ സാറിനെ കണ്ടു. നിതിൻ സാറിനെ കണ്ടിട്ട് നിങ്ങൾ വീട്ടിൽ ചെന്ന് എന്താ പറയുന്നത്? നിതിൻ സാറിനെ ആദ്യമായിട്ട് കാണുകയാണ്. നിതിൻ സാറിനെ ചെന്ന് വീട്ടിൽ എന്താ പറയുന്നത്? കണ്ടോ, ഇങ്ങനെ ഈർക്കിൽ പോലിരിക്കുന്ന ഒരു സാറുണ്ട് ഞങ്ങൾക്ക് എന്ന് പറയും അല്ലേ. That means you are telling the physical properties. നിങ്ങൾ എന്താ അതിനെപ്പറ്റി പറയുക? അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നിങ്ങൾ പറയുക അല്ലേ. എൻ്റെ ശാരീരികമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ പറയുക അല്ലേ. ചിലർ വീട്ടിൽ ചെന്ന് പറയും, ചിലർ വീട്ടിൽ ചെന്ന് പറഞ്ഞ് ഞാൻ കേൾക്കാറുണ്ട്, സാറെന്താണ് പെട്ടെന്ന് സ്പീഡിൽ നടന്നു പോകുന്നൊരു സാറുണ്ട് ഞങ്ങൾക്ക്, ആ സാറിന്റെ പേരാണ് നിതിൻ സാർ എന്ന് പറയും. ദാറ്റ് മീൻസ് യു ആർ ടെല്ലിങ് അബൌട്ട് ദ ഫിസിക്കൽ പ്രോപ്പർട്ടി. എൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി ആണല്ലേ നിങ്ങൾ വീട്ടിൽ ചെന്ന് പറഞ്ഞു കൊടുക്കുക. എൻ്റെ സൈസ്, എൻ്റെ ഷേപ്പ്, എൻ്റെ കളറ്, അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളാണ് നിങ്ങൾ വീട്ടിൽ പറഞ്ഞു കൊടുക്കുക. ദാറ്റ് മീൻസ് ഫിസിക്കൽ പ്രോപ്പർട്ടി ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പൊ നിങ്ങളെ പറ്റി പറയുകയാണ് എന്താണ് ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നല്ല തടിച്ച് വണ്ണമുള്ള എന്നൊക്കെ പറയും അല്ലേ. ദാറ്റ് മീൻസ് അത് നിങ്ങൾ ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ് പറയുന്നത്. അപ്പൊ ചുരുക്കത്തിൽ നമുക്ക് ഇങ്ങനെ പറയാനായിട്ട് പറ്റും, എ ഫിസിക്കൽ പ്രോപ്പർട്ടി ചേഞ്ച് ഇസ് ദ സബ്സ്റ്റൻസ് അണ്ടർഗോ എ ചേഞ്ച് ഇൻ ദ ഫിസിക്കൽ പ്രോപ്പർട്ടി. എന്നാൽ അതായത് അതിന്റെ ഭൗതികമായിട്ട് അതിന് വരുന്ന മാറ്റങ്ങളെ നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് വിളിക്കുക. അപ്പോൾ ആ ചേഞ്ച് എന്താണ്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ആ ചേഞ്ച് എന്താണ്. റിവേഴ്സബിൾ ചേഞ്ച് ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഐസ് എടുത്ത് എവിടെ വെക്കുന്നു? നമ്മൾ ഐസ് എടുത്ത് എവിടെ വെക്കുന്നു? ഡെസ്കിന്റെ പുറത്ത് വെക്കുന്നു. അതെന്താകുന്നു? വാട്ടറായിട്ട് മാറുന്നു. ഇൻ സച്ച്, അതായത് ആ ചേഞ്ച് നടക്കുമ്പോൾ നോ ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ്. പുതിയ ഒരു സബ്സ്റ്റൻസും ഉണ്ടാവാൻ സാധ്യതയില്ല. അവിടെ സാധ്യതയില്ല. ഇനി നോക്കി എന്താണ് കെമിക്കൽ ചേഞ്ച്, എന്താണ് രാസമാറ്റം എന്നുള്ളത് നോക്കിക്കേ. എ ചേഞ്ച് ഇൻ വിച്ച് വൺ ഓർ മോർ ന്യൂ സബ്സ്റ്റൻസ് ആർ ഫോംഡ് ഈസ് കോൾഡ് കെമിക്കൽ ചേഞ്ച്. എന്തിനാ കെമിക്കൽ ചേഞ്ച് എന്ന് വിളിക്കുന്ന? പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാവുന്നു അവിടെ. ഏതാ? നമ്മുടെ പഴയ ഗംഗയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയില്ല, പുതിയൊരു ഗംഗയാണ് അവിടെ ഉണ്ടായത് അല്ലേ. പുതിയൊരു ഗംഗ അവിടെ ഉണ്ടായി. ദാറ്റ് മീൻസ് എ കംപ്ലീറ്റ് ചേഞ്ച്, ഒരു ന്യൂ സബ്സ്റ്റൻസ് അവിടെ ഫോം ചെയ്തു. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എന്താ ചെയ്യുക? പേപ്പർ എടുത്ത് കത്തിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ആ പേപ്പർ കത്തി കഴിഞ്ഞിട്ട് ആഷ് എന്ന് പറയുന്ന പുതിയ ഒരു സാധനം അവിടെ ഉണ്ടാകും. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ കെമിക്കൽ ചേഞ്ച്. ഒരു കെമിക്കൽ ചേഞ്ച് ആണ്, ഒരു രാസമാറ്റമാണ് അവിടെ ഉണ്ടാകുന്നത്. ഇത് തമ്മിലുള്ള ഡിഫറൻസ്. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ ഡിഫറൻസ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോയിലൂടെ ഒന്ന് കണ്ടു നോക്കാം. എന്തൊക്കെയാണ് ഇതിന്റെ ഡിഫറൻസ് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. One, no new sub. ഓക്കെ, ഇനി സാർ പറയാനായിട്ട് പോകുന്നത് എന്തൊക്കെയാണ് ഫിസിക്കൽ ചേഞ്ചിന്റെയും കെമിക്കൽ ചേഞ്ചിന്റെയും ഡിഫറൻസ് എന്നാണ്. നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും. ആദ്യത്തെ ഡിഫറൻസ് നമുക്ക് ഇങ്ങനെ രേഖപ്പെടുത്താം, മറന്നു പോകരുത്. 5 ഡിഫറൻസ് സാർ പറഞ്ഞു തരും. 5 ഡിഫറൻസ് പറഞ്ഞു തന്നതിന് ശേഷം നിങ്ങൾ ഓരോന്നായിട്ട് ഓർത്തെടുത്ത് പറയണം എന്താണ് സാർ പറഞ്ഞ 5 ഡിഫറൻസ്. നിങ്ങൾക്ക് എല്ലാവർക്കും മെമ്മറി പവർ ഉണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. നോക്കിയാൽ എൻ്റെ സ്ക്രീനിന്റെ ഏറ്റവും മേളിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, നോ ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ്.
എന്ത് നടക്കുമ്പോൾ ഫിസിക്കൽ ചേഞ്ച് നടക്കുമ്പോൾ പുതിയ ഒരു സബ്സ്റ്റൻസും ഉണ്ടാവാൻ സാധ്യതയില്ല, പുതിയ ഒരു സബ്സ്റ്റൻസും ഉണ്ടാവാനായിട്ട് സാധ്യതയില്ല. ഇനി കെമിക്കൽ ചേഞ്ച് നടക്കുമ്പോഴോ, കെമിക്കൽ ചേഞ്ച് നടക്കുമ്പോൾ എക്സ്ട്രീംലി ഒരു ന്യൂ സബ്സ്റ്റൻസ് ആണ് ഉണ്ടാകുന്നത്, ഒരു പുതിയ സബ്സ്റ്റൻസ് ആണ് ഉണ്ടാകുന്നത്. അതായത് എപ്പോഴും ഈ ഫിസിക്കൽ ചേഞ്ച് കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്ത് വേണം, ഐസ് എടുത്ത് എന്ത് ചെയ്യണം, വെളിയിൽ വെക്കുന്ന ആ ഒരു സംഭവം നിങ്ങളുടെ മനസ്സിൽ വേണം. ഇനി കെമിക്കൽ ചേഞ്ച് നടക്കുമ്പോൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഒരു പേപ്പർ എടുത്ത് കത്തിക്കുമ്പോൾ നടക്കുന്ന പ്രതിഭാസം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നമുക്ക് കിട്ടി, ഫസ്റ്റ് ഡിഫറൻസ് നമുക്ക് കിട്ടി. വാട്ട് ഈസ് ദ ഫസ്റ്റ് ഡിഫറൻസ്? എന്താണ് ആദ്യത്തെ ഡിഫറൻസ്? നോ ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ്. എന്താ, പുതിയ ഒരു സബ്സ്റ്റൻസും ഉണ്ടാവുന്നില്ല. രണ്ട്, കെമിക്കൽ ചേഞ്ച് നടക്കുമ്പോഴോ എ ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ്, പുതിയൊരു സബ്സ്റ്റൻസ് ഉണ്ടാവുന്നുണ്ട്. രണ്ട്, കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് ഒരു താൽക്കാലിക മാറ്റമാണ്. കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്ന ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ഒരു താൽക്കാലിക മാറ്റമാണ്. ഇറ്റ് ഈസ് എ ടെമ്പററി ചേഞ്ച്. എന്തൊരു ചേഞ്ച് ആണ്? ഇറ്റ് ഈസ് എ ടെമ്പററി ചേഞ്ച്. രണ്ടാമത്തെ ഡിഫറൻസ് കിട്ടിയോ? ഫിസിക്കൽ ചേഞ്ച് ഈസ് ഓൾവേസ് എ ടെമ്പററി ചേഞ്ച്. എന്തൊരു ചേഞ്ച് ആണ്? ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും എന്തൊരു ചേഞ്ച് ആണ്? ഒരു സ്ഥായിയായ മാറ്റം എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല, ഒരു സ്ഥിരമായ മാറ്റം എന്ന് അതിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പറയാനായിട്ട് പറ്റത്തില്ല. ഇറ്റ് ഈസ് ഓൾവേസ് ടെമ്പററി. എന്താണ്? ടെമ്പററി ചേഞ്ച് ആണ് എന്തെന്ന് പറയുന്നത്, ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. ഇനി നോക്കി, കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാലോ ഇറ്റ് ഈസ് എ പെർമനന്റ് ചേഞ്ച്. അത് എന്തൊരു ചേഞ്ച് ആണ്? ഒരു പെർമനന്റ് ചേഞ്ച് ആണ് കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. അത് എപ്പോഴേക്കും ഉള്ള മാറ്റമാണ്, എപ്പോഴും നിലനിൽക്കുന്ന ഒരു മാറ്റത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? കെമിക്കൽ ചേഞ്ച്. അതായത് ഒരു പേപ്പർ നിങ്ങളുടെ അടുത്ത് നിതിൻ സാറിന്റെ അടുത്ത് കത്തിക്കാൻ പറയുകയാണ്. അപ്പോൾ വീട്ടിൽ ഇരിക്കുമ്പോൾ ഇപ്പോഴൊന്നും കത്തിച്ച് നോക്കണ്ട, വെറുതെ വീട്ടുകാരുടെ നിന്ന് തല്ല് മേടിക്കണ്ട. അപ്പോൾ എന്താണ്, വീട്ടിൽ പേപ്പറൊക്കെ കത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു തടി കഷ്ണമൊക്കെ വീട്ടിൽ കത്തുമ്പോൾ നിങ്ങളൊന്ന് നോക്കിയാൽ മതി എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന്. അപ്പോൾ നിതിൻ സാർ വന്നിട്ട് പറയുകയാണ്, കത്തി കിടക്കുന്ന തടിയുടെ കഷ്ണത്തിൽ നിന്ന് അന്നേരം അവിടെ എന്താ, ഒരു ചാരം ഉണ്ടാവും, ആഷ് ഉണ്ടാവും അല്ലേ? ആഷിൽ നിന്ന് തിരിച്ച് അതിനെ എന്താക്കി മാറ്റാൻ പറയുകയാണ് നിതിൻ സാർ. അതിനെ ഒരു തടിയായിട്ട് എനിക്ക് തിരിച്ചു വേണം, എനിക്ക് കിട്ടണം എന്ന് പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്കത് തിരിച്ചു തരാനായിട്ട് പറ്റുമോ? അത് തിരിച്ചു തരാനായിട്ട് പറ്റുമോ? ഇല്ല. അങ്ങനെ തിരിച്ചു തരാൻ പറ്റാത്ത ഇങ്ങനെയുള്ള ചേഞ്ചുകളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇറ്റ് ഈസ് ഓൾവേസ് എ പെർമനന്റ് ചേഞ്ച്. അങ്ങനത്തുള്ള ചേഞ്ച് എന്താണ്? ഒരു പെർമനന്റ് ചേഞ്ച് ആണ്, അതായത് സ്ഥിരമായിട്ടുള്ള മാറ്റമാണ്. ദാറ്റ്സ് എ സെക്കൻഡ് ഡിഫറൻസ്. അതാണ് രണ്ടാമത്തെ ഡിഫറൻസ്. എന്താണ്? ഇറ്റ് ഈസ് എ പെർമനന്റ് ചേഞ്ച്. അതൊരു പെർമനന്റ് ആയിട്ടുള്ള ചേഞ്ച് ആണ്. ഇനി മൂന്നാമത്തെ വ്യത്യാസം എന്താണെന്ന് നോക്കാം, മൂന്നാമത്തെ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് എ തേർഡ് ഡിഫറൻസ്? എന്താണ് മൂന്നാമത്തെ ഡിഫറൻസ് എന്ന് നോക്കാം. നോ ചേഞ്ച് ഇൻ കോമ്പോസിഷൻ ഓഫ് ദ സബ്സ്റ്റൻസ് ടേക്ക് പ്ലേസ്. എന്താണ് കോമ്പോസിഷൻ? അതായത് സബ്സ്റ്റൻസിന്റെ കോമ്പോസിഷന് ഒരു മാറ്റവും വരില്ല, അതായത് അതിന്റെ കോമ്പോസിഷനിൽ യാതൊരു ചേഞ്ചും വരുന്നില്ല. ദാറ്റ് ടൈപ്പ് ഓഫ് ചേഞ്ചസ് ഈസ് കോൾഡ് ഫിസിക്കൽ ചേഞ്ച്. അതായത് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന മെറ്റീരിയൽസിന് യാതൊരു മാറ്റവും വരുന്നില്ല. വെള്ളം പിന്നെയും തിരിച്ച് ഐസായി കഴിഞ്ഞാലും അത് എന്തായിട്ട് മാറ്റാൻ പറ്റും? നമുക്ക് പിന്നെയും ആ വെള്ളത്തെ പിന്നെ എന്തായിട്ട് മാറ്റാൻ പറ്റും? ഐസായിട്ട് മാറ്റാൻ പറ്റും. ഐസിനെ പിന്നെയും വെള്ളമായിട്ട് മാറ്റാൻ പറ്റും. ദാറ്റ് ടൈപ്പ് ഓഫ് ചേഞ്ചസ് ഈസ് കോൾഡ് ഫിസിക്കൽ ചേഞ്ച്. ഇങ്ങനെയുള്ള ചേഞ്ചുകളെയാണ് എന്തെന്ന് വിളിക്കുക? ഫിസിക്കൽ ചേഞ്ച് എന്ന് വിളിക്കുക. കോമ്പോസിഷൻ ഓഫ് ന്യൂ സബ്സ്റ്റൻസ്, അതായത് അത് പുതിയ ഉണ്ടാകുന്ന സബ്സ്റ്റൻസിന് കോമ്പോസിഷന് ചേഞ്ച് വരികയാണെങ്കിൽ നമ്മൾ ഒരു വലിയൊരു പീസ് പേപ്പർ കത്തിക്കുന്നു അല്ലെങ്കിൽ വലിയൊരു ബുക്ക് എടുത്ത് കത്തിക്കുന്നു. അപ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? ആ ബുക്ക് കത്തി എന്താ സംഭവിക്കുന്നത്? ബുക്ക് കത്തി എന്ത് ചെയ്യും? അത് ചാരമായിട്ട് മാറും. ദാറ്റ് മീൻസ് ഇറ്റ് മേ ബി ചേഞ്ച്ഡ് ഇൻടു എന്താ, ആഷ് ആയിട്ട് ചേഞ്ച് ചെയ്യും. ആ ആഷ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ബുക്കിന്റെ വെയിറ്റ് കാണുമോ? ആഷ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബുക്കിന്റെ വെയിറ്റ് കാണും? ഇല്ല. അതുകൊണ്ട് നമുക്ക് പറയാനായിട്ട് പറ്റും കോമ്പോസിഷൻ ഓഫ് ദ ന്യൂ സബ്സ്റ്റൻസ് ചേഞ്ചസ് ഗ്രേറ്റ്ലി. എന്ത് ചെയ്യും? പുതിയ സബ്സ്റ്റൻസിന്റെ കോമ്പോസിഷൻ എന്ത് ചെയ്യും? വലുതായി തന്നെ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും. വലുതായി തന്നെ അത് ചേഞ്ച് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും പുതിയ സബ്സ്റ്റൻസിന്റെ. ഇനി നോക്കിയേ, നാലാമത് ഇറ്റ് ഈസ് എ റിവേഴ്സിബിൾ ചേഞ്ച്. നേരത്തെ സാർ പറഞ്ഞു അല്ലേ, ഫിസിക്കൽ ചേഞ്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് എന്താണ്? അത് റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഇനി കെമിക്കൽ ചേഞ്ച്, ചില കെമിക്കൽ ചേഞ്ചുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും. ചില കെമിക്കൽ ചേഞ്ചസ് ആർ ഇറിവേഴ്സിബിൾ. അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? തിരികെ കൊണ്ടുവരാൻ പറ്റില്ല. ചില ചേഞ്ചസിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? തിരികെ കൊണ്ടുവരാൻ പറ്റില്ല ചില ചേഞ്ചസിനെ. ഇനി നോക്കിയേ, അഞ്ചാമത്തെ അവസാനത്തെയും പോയിന്റ് നോക്കാം. ഹീറ്റ് ഓർ ലൈറ്റ് മേ ഓർ മേ നോട്ട് ബി ഗിവൺ ഔട്ട് ഓർ അബ്സോർബ്. എന്താ, ഈ ഫിസിക്കൽ ചേഞ്ച് നടക്കുന്ന സമയത്ത് വലിയ എന്താണ്, ഹീറ്റ് അബ്സോർബ് ചെയ്യേണ്ടയോ ഗിവൺ ഔട്ട് ചെയ്യേണ്ട വലിയ ആവശ്യമൊന്നും വരുന്നില്ല. എന്തിന്? ഫിസിക്കൽ ചേഞ്ച് നടക്കുമ്പോൾ. പക്ഷേ കെമിക്കൽ ചേഞ്ചിന്റെ കേസിൽ അതല്ല. ഹീറ്റ് ഓർ ലൈറ്റ് ഓർ ബോത്ത് ആർ ജനറലി ഗിവൺ ഔട്ട് ഓർ അബ്സോർബ് അല്ലേ? അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ പേപ്പർ എടുത്ത് കത്തിക്കുമ്പോൾ നോക്കിയാൽ മതി. പേപ്പർ എടുത്ത് കത്തിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും
എന്ത് കാണാനായിട്ട് പറ്റും? എന്താ അവിടെ സംഭവിക്കുന്നത്? പേപ്പർ എടുത്ത് കത്തിക്കുമ്പോൾ ഹീറ്റ് എനർജി ഉണ്ടാവില്ലേ, നല്ല ചൂടുണ്ടാവും അല്ലേ? അതിനോടൊപ്പം തന്നെ കത്തിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അവിടെ ലൈറ്റ് കാണാനായിട്ട് പറ്റും അല്ലേ? ലൈറ്റ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അല്ലേ? നല്ല കത്തി നല്ല പ്രകാശത്തിൽ തീ കത്തുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ദാറ്റ് മീൻസ് 5 പോയിന്റാണ് സാർ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിസിക്കൽ ചേഞ്ച് ആൻഡ് കെമിക്കൽ ചേഞ്ച്? എന്താണ് ഫിസിക്കൽ ചേഞ്ച്, എന്താണ് കെമിക്കൽ ചേഞ്ച് തമ്മിലുള്ള വ്യത്യാസമാണ് സാർ പറഞ്ഞു തന്നത്. എന്താ ഫിസിക്കൽ ചേഞ്ച്? നോ ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ്. ഒരു പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാവുന്നില്ല. ആദ്യത്തെ പോയിന്റ് കിട്ടിയോ? നോ ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ്. കെമിക്കൽ ചേഞ്ച് ആണെങ്കിലോ ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ്. അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഇവർ തമ്മിലുള്ള ഒരു ബാഡ്മിന്റൺ ഷട്ടിൽ കളിയാണ് കണ്ടത് അല്ലേ? ഈ ഷട്ടിൽ കളിയിൽ 2 ടീമും 2 ഒപ്പോണൻസ് ആണ് അല്ലേ? ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും 2 ഒപ്പോണൻസ് ആണ്. രണ്ടുപേരും തമ്മിലാണ് മത്സരിക്കുന്നത് എന്ന് വിചാരിക്കുക. ആദ്യത്തെ അവരുടെ മത്സരത്തിൽ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റും. നോ ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ്. പുതിയ ഒരു സബ്സ്റ്റൻസും ഉണ്ടാവുന്നില്ല ഫിസിക്കൽ ചേഞ്ച് നടക്കുമ്പോൾ. കെമിക്കൽ ചേഞ്ച് നടക്കുമ്പോൾ അങ്ങനെയാണോ? ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ്. ഈ ഫിസിക്കൽ ചേഞ്ച് ഇറ്റ് ഈസ് എ ടെമ്പററി ചേഞ്ച്. എന്തൊരു ചേഞ്ച് ആണ്? ഒരു ടെമ്പററി ചേഞ്ച് ആണ്, സ്ഥിരമായുള്ള ഒരു മാറ്റമല്ല. ബട്ട് കെമിക്കൽ ചേഞ്ച് ഇറ്റ് ഈസ് എ പെർമനന്റ് ചേഞ്ച്, സ്ഥിരമായുള്ള ഒരു മാറ്റമാണ്. ഇനിയും ഫിസിക്കൽ ചേഞ്ച് നോ ചേഞ്ച് ഇൻ കോമ്പോസിഷൻ ഓഫ് ദ സബ്സ്റ്റൻസ് ടേക്ക് പ്ലേസ്. നോ ചേഞ്ച് ഇൻ കോമ്പോസിഷൻ, അതായത് സബ്സ്റ്റൻസിന്റെ കോമ്പോസിഷന്, അതിന്റെ രൂപത്തിനോ ഭാവത്തിനോ ഒന്നും ഒരു മാറ്റവും സംഭവിക്കില്ല ഫിസിക്കൽ ചേഞ്ച് നടക്കുമ്പോൾ. ഇനി നോക്കിക്കുക, കെമിക്കൽ ചേഞ്ച് നടക്കുമ്പോഴോ അതിന്റെ രൂപവും മാറും ഭാവവും മാറും എന്നുള്ള അവസ്ഥയാണ്. അതായത് എന്താണ് നിതിൻ സാറിന്റെ ക്ലാസ്സിൽ പഠിച്ചിട്ട് വന്നാലും പഠിക്കാതെ വന്നാലും ഉള്ള അവസ്ഥയാണ് ഈ 2 അവസ്ഥ എന്ന് പറഞ്ഞാൽ. ഫിസിക്കൽ ചേഞ്ച് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ രൂപത്തിനും ഭാവത്തിനും മാറ്റമൊന്നും വരാത്ത അവസ്ഥ. അതായത് നിങ്ങൾ ക്ലാസ്സിൽ നന്നായിട്ട് പഠിച്ചുകൊണ്ട് വരുമ്പോൾ എന്ത് ചെയ്തില്ല, നിങ്ങളുടെ ഷേപ്പ് ഒന്നും മാറത്തില്ല. ഇനി നോക്കിക്കുക, കെമിക്കൽ ചേഞ്ച് ആണ് നടക്കുന്നത്, നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കാതെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? രൂപത്തിനും ഭാവത്തിനും ചെറിയ മാറ്റമൊക്കെ ഉണ്ടായിട്ടാണ് അന്ന് വീട്ടിലേക്ക് പോവുക അല്ലെ? ദാറ്റ് മീൻസ് ഫിസിക്കൽ ചേഞ്ചിൽ എന്താണ്? നോ ന്യൂ കമ്പോസിഷൻ ഓഫ് ദ സബ്സ്റ്റൻസ് ടേക്ക് പ്ലേസ്. അതായത് പുതിയ ഒരു കമ്പോസിഷൻ, അതിന്റെ ചേഞ്ച് ഭാവ വ്യത്യാസം ഒന്നും പ്രത്യേകമായിട്ട് ഉണ്ടാവത്തില്ല. ഇനി നോക്കിയേ, അടുത്ത പോയിന്റ് എന്താണ്? 4ാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് ഈസിലി റിവേഴ്സബിൾ. ആ ചേഞ്ച് എന്താണ്? പെട്ടെന്ന് തിരികെ കൊണ്ടുവരാൻ പറ്റുന്ന റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ചേഞ്ചുകളാണ്. എങ്ങോട്ട് പോയാലും അതിനെ തിരിച്ചെന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ പഴയ ചേഞ്ചിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫിസിക്കൽ ചേഞ്ച് എന്ന് വിളിക്കുന്നത്. ആൻഡ് കെമിക്കൽ ചേഞ്ച് ഈസ് ഇറിവേഴ്സിബിൾ. എന്ത് ചെയ്യാൻ പറ്റില്ല, തിരികെ കൊണ്ടുവരാൻ പറ്റാത്ത ചേഞ്ചുകളാണ്. ഇനി ഫിസിക്കൽ ചേഞ്ച് നടക്കുമ്പോൾ ഹീറ്റും ലൈറ്റും ഒന്നും എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കെമിക്കൽ ചേഞ്ച് നടക്കുമ്പോഴോ ഹീറ്റിന്റെയും ലൈറ്റിന്റെയും അബ്സോർപ്ഷനും ഇവൻ ഔട്ടും നടക്കുന്നുണ്ട് അല്ലെ? ഇതാണ് ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, എല്ലാവർക്കും കിട്ടിയോ? എന്താണ് വാട്ട് ഈസ് ഫിസിക്കൽ ചേഞ്ച് ആൻഡ് വാട്ട് ഈസ് കെമിക്കൽ ചേഞ്ച്? അത് തമ്മിലുള്ള ഡിഫറൻസ് എല്ലാവർക്കും മനസ്സിലായോ? എന്താണ് ഫിസിക്കൽ ചേഞ്ച്, എന്താണ് കെമിക്കൽ ചേഞ്ച്, രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഓക്കെ, ഏതായാലും ഡൗട്ട് ഉണ്ടോ ആ പറഞ്ഞതിനകത്ത്? എന്താണ് ഫിസിക്കൽ ചേഞ്ച്? എല്ലാവർക്കും നിങ്ങൾക്ക് നോക്കി തന്നെ കഴിഞ്ഞാൽ സാമാന്യമായ കോമൺ സെൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കിട്ടുന്ന 2 കാര്യമാണ്. 2 എക്സാമ്പിൾ നിങ്ങൾ എപ്പോഴും സയൻസ് പഠിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, 2 എക്സാമ്പിൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വെച്ചിരിക്കുക. ഫിസിക്കൽ ചേഞ്ചിന് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഐസ് വാട്ടർ ആകുന്നത്. അതിൽ നിന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും എന്താണ്? നോ ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ്, ഇറ്റ് ഈസ് എ ടെമ്പററി ചേഞ്ച്. എന്നിട്ട് എന്താണ്? കോമ്പോസിഷൻ മാറുന്നില്ല, ഇറ്റ് ഈസ് എ റിവേഴ്സബിൾ. അതിനുശേഷം എന്താണ്? ഹീറ്റ് ലൈറ്റ് എനർജി ഒന്നും അബ്സോർബോ ഗീവൻ ഔട്ടോ ചെയ്യുന്നില്ല എന്ന് മനസ്സിലാവും. ഇനിയും ഒരു പേപ്പർ കത്തുന്നത് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ്, ഇറ്റ് ഈസ് എ കെമിക്കൽ ചേഞ്ച്. ഫസ്റ്റ്ലി അതെന്താണ്? ഒരു കെമിക്കൽ ചേഞ്ച് ആണ്. ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ്, 2 ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ്, പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാവുന്നുണ്ട്. ഹീറ്റ് ഓർ ലൈറ്റ് ഈസ് അബ്സോർബ്ഡ് ഓർ ഗിവൻ ഔട്ട് അല്ലേ? ഹീറ്റ് എനർജി ലൈറ്റ് എനർജിയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഹീറ്റ് എനർജിയും ലൈറ്റ് എനർജിയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 4 ഇറ്റ് ഈസ് ഇറിവേഴ്സിബിൾ ചേഞ്ച്. എന്താണ്? ഇറിവേഴ്സിബിൾ ചേഞ്ച് ആണ്, തിരികെ കൊണ്ടുവരാൻ പറ്റാത്ത ചേഞ്ച് ആണ്. 5 എന്താണ്? കമ്പോസിഷന് മാറ്റം വരുന്നുണ്ട്. അതിനകത്തുള്ള സബ്സ്റ്റൻസിന്റെ അളവിന് എന്ത് ചെയ്യുന്നുണ്ട്? മാറ്റം വരുന്നുണ്ട്. ദിസ് ടൈപ്പ് ഓഫ് ചേഞ്ചസ് ഈസ് കോൾഡ് കെമിക്കൽ ചേഞ്ച്. ഇനി നമ്മൾ എന്തൊരു പേരിട്ട് വിളിക്കുക? കെമിക്കൽ ചേഞ്ച് എന്ന പേരിട്ട് വിളിക്കുക. അപ്പോൾ എക്സാമ്പിൾ മനസ്സിലായല്ലോ. വാട്ട് ഈസ് എ കെമിക്കൽ ചേഞ്ച് ആൻഡ് വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ച്? നമുക്ക് ഒന്നുകൂടെ നോക്കാം. എന്താണ് ഫിസിക്കൽ ചേഞ്ച്, എന്താണ് കെമിക്കൽ ചേഞ്ച് തമ്മിലുള്ള വ്യത്യാസം, എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന് നോക്കിയേ. വാട്ട് ഈസ് എ ഫിസിക്കൽ ചേഞ്ച്? നോ ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ്. മനസ്സിൽ ഓർത്തു വെക്കുക, പുതിയ ഒരു സബ്സ്റ്റൻസ് ഉണ്ടാവുന്നില്ല. നോ ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ്. ഇറ്റ് ഈസ് എ ടെമ്പററി ചേഞ്ച്. അതെന്തൊരു ചേഞ്ച് ആണ്? അതൊരു സ്ഥിരമായുള്ള ഒരു മാറ്റമല്ല. ഇറ്റ് ഈസ് ഈസിലി റിവേഴ്സിബിൾ. പെട്ടെന്ന് നമുക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റും. ഹീറ്റ് ഓർ ലൈറ്റ് എനർജി മേ ഓർ മേ നോട്ട് ബി അബ്സോർബ്ഡ് ഓർ ഗിവൺ ഔട്ട്. ഹീറ്റ് എനർജിയോ ലൈറ്റ് എനർജിയോ വേണമെങ്കിൽ അബ്സോർവ് ചെയ്യാം, അല്ലെങ്കിൽ ഗീവ് ഔട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇത് രണ്ടും നടക്കാതിരിക്കാം, അല്ലെങ്കിൽ ഇത് രണ്ടും നടക്കാം ഫിസിക്കൽ ചേഞ്ച് നടക്കുന്ന സമയത്ത്. ഇനി എന്താണ് കെമിക്കൽ ചേഞ്ച് എന്നുള്ളത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം. ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ്. കെമിക്കൽ ചേഞ്ച് നടക്കുമ്പോൾ എന്താണ്? പുതിയൊരു സബ്സ്റ്റൻസ് ഉണ്ടാകുന്നുണ്ട്. ഇറ്റ് ഈസ് എ പെർമനന്റ് ചേഞ്ച്. എന്താ ചേഞ്ച് ആണ്? അതൊരു സ്ഥിരമായുള്ള ഒരു മാറ്റമാണ്. ഇറ്റ് ഈസ് ഇറിവേഴ്സിബിൾ. തിരികെ കൊണ്ടുവരാൻ പറ്റാത്ത മാറ്റമാണ്. ജനറലി ഹീറ്റ് എനർജി ഓർ ലൈറ്റ് എനർജി ഈസ് ഗിവൺ ഔട്ട്.
പൊതുവേ അവിടെ നടക്കുന്നത് എന്താണ്? മിക്കവാറുള്ള എല്ലാ രാസപ്രവർത്തനങ്ങളും അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസിൽ നടക്കുന്നത് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുകയോ ഗിവൻ ഔട്ട് ചെയ്യുകയോ ചെയ്യുകയാണ്. ഓക്കെ, ദാറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിസിക്കൽ ചേഞ്ച് ആൻഡ് കെമിക്കൽ ചേഞ്ച്. ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും തമ്മിലുള്ള വ്യത്യാസം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഒരു ചെറിയൊരു കഥയൊന്ന് കണ്ടുനോക്കാം. എന്താണ് ഇനി നടക്കാനുള്ളത്? നമ്മൾ ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും എന്താണെന്ന് കണ്ടു അല്ലേ? ഇനി നമുക്ക് എന്താണ് പഠിക്കാനുള്ളതെന്നാണ് സാറ് പറഞ്ഞത്? ഫിസിക്കൽ ചേഞ്ച് പഠിച്ചു, കെമിക്കൽ ചേഞ്ച് പഠിച്ചു, രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചു. ഇനി നമുക്ക് എന്താ അടുത്ത് പഠിക്കാനുള്ളത്? എന്താ നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്? വെരി ഗുഡ്. റെസ്റ്റിംഗ് ഓഫ് അയൺ. എന്താണ് റെസ്റ്റിംഗ് ഓഫ് അയൺ? അയൺ എങ്ങനെയാണ് റെസ്റ്റ് ചെയ്യുന്നത്? റെസ്റ്റ് എന്ന് പറഞ്ഞാൽ REST അല്ല കേട്ടോ, RUST റെസ്റ്റ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ എല്ലാവരും വീട്ടിൽ കണ്ടു കാണും, ഇരുമ്പൊക്കെ തുരുമ്പിക്കുന്നത് കണ്ടു കാണും അല്ലേ? ഇരുമ്പൊക്കെ തുരുമ്പിക്കുന്നത് കാണാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാവരും കണ്ടു കാണും അല്ലേ? ആ ഒരു റെസ്റ്റ് ആണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കും? തുരുമ്പെന്ന് വിളിക്കും. ഇനി എങ്ങനെയാണ് ഇരുമ്പ് തുരുമ്പിക്കുന്നത്? നമുക്കൊരു കഥ വഴി ഒന്ന് കണ്ടു നോക്കാം. എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിക്കളയാം. നോക്കിയേ, കഥ തുടങ്ങുകയാണ്. അപ്പോൾ ഇത് ഒരു റോബോട്ടിന്റെ കഥയാട്ടോ ഇന്ന് സാറ് പറയാനായിട്ട് പോകുന്നത്. ഒരു റോബോട്ടിന്റെ കഥയാണ്. എന്താണ് ഈ റോബോട്ടിന് സംഭവിച്ചത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു ഫേമസ് ഗ്യാരേജിലേക്ക് നോക്കിയേ, ക്ഷീണിച്ച് വളരെ അവശനായിട്ട് ഒരു റോബോട്ട് വരികയാണ്. ഒരു റോബോട്ട് എന്ത് ചെയ്യാണ്? ക്ഷീണിച്ച് അവശനായിട്ട് വരികയാണ്. അയ്യോ, അപ്പോൾ കുട്ടിയെ റോബോട്ടിനെ കാണുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നു? തൂക്കി ഇടുകയാണ്. തൂക്കിയിട്ടിട്ട് തുളച്ചു നോക്കുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? എന്താണ് റെസ്റ്റിംഗ് എന്നുള്ളത് പറയാണ്. when a piece of iron is left out in the open for a while, അതായത് ഒരു പീസ് അയൺ എന്താണ് വെളിയിലേക്ക് വെക്കുകയാണ് എന്ന് വിചാരിക്കുക. film of brownish substance get deposited on the surface is called rust. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഇരുമ്പെടുത്ത് വെളിയിലേക്ക് വെക്കുമ്പോൾ, അല്ലെങ്കിൽ ഇരുമ്പിന്റെ ഒരു പീസ് എടുത്ത് വെളിയിലേക്ക് വെക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നതാണ്, അതിനൊരു ബ്രൗണിഷ് കോട്ടിങ് അതിന് വരുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചാൽ മതി, ഒരു ബ്രൗണിഷ് കോട്ടിങ് ഈ ഒരു സാധനത്തിന് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതിനെയാണ് നിങ്ങൾ എന്തെന്ന് വിളിക്കുക? റസ്റ്റ് എന്ന് വിളിക്കുക. ഇതിനെയാണ് നിങ്ങൾ എന്തെന്ന് വിളിക്കുക? റസ്റ്റ് അല്ലെങ്കിൽ തുരുമ്പ് എന്ന് വിളിക്കുക. നോക്കിക്കേ, നമ്മുടെ പാവം റോബോട്ടിന് സംഭവിച്ചത് ഇത് തന്നെയാണ്. അതായത് എന്താ സംഭവിച്ചത്? നോക്കിക്കേ, അപ്പൊ റോബോട്ട് എന്ത് ചെയ്യണം? അതിന്റെ കഥ പറയാനായിട്ട് തുടങ്ങുകയാണ്. ഐ യൂസ്ഡ് ടു ബി ലൈക്ക് ദിസ്. വളരെ ഷൈനായിട്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ. ബട്ട് ദെൻ മൈ ലൈഫ് ടേൺ അപ്സൈഡ് ഡൗൺ. എന്റെ ജീവിതം തിരിയാനായിട്ട് തുടങ്ങി. നോക്കിക്കേ, ഭയങ്കര ആദ്യം ആര് വന്നു? വാട്ടർ വേപ്പർ എന്ന് പറയുന്ന ഒരാൾ വന്നു. അതിനുശേഷം ഓക്സിജൻ വന്നു. അതായത് തിളങ്ങിക്കൊണ്ടിരുന്ന എന്നെ എന്ത് ചെയ്തു? വാട്ടർ വേപ്പറും ഓക്സിജനൂടെ വന്ന് എന്ത് ചെയ്തു? ഉപദ്രവിച്ചു. നോക്കിക്കേ, വാട്ടർ വേപ്പറും ഓക്സിജനൂടെ ആ പാവൻ റോബോട്ടിനെ എടുത്തിട്ട് ഇടിക്കുന്നുണ്ടോ? അപ്പൊ എന്താണ്? അയൺ ഈസ് എക്സ്പോസ്ഡ് ടു ഓക്സിജൻ ഇൻ എയർ ആൻഡ് വാട്ടർ ഓർ വാട്ടർ വേപ്പർ. അതായത് അയൺ എന്ത് ചെയ്യാണ്? നമ്മൾ ഇരുമ്പെടുത്ത് വെളിയിലേക്ക് വെക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? അത് വാട്ടറും വാട്ടർ വേപ്പറും ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് കണ്ടോ, ആ പാവത്തെ വളരെയധികം ഉപദ്രവിച്ചു. അത് അങ്ങനെ എന്ത് ചെയ്തു? റസ്റ്റ് ആയിട്ട് മാറി. റസ്റ്റിംഗ് ഓഫ് അയൺ. അയൺ എന്തായിട്ട് മാറി? അയണിന്റെ ഓക്സൈഡ് ആയിട്ട് മാറി. നോക്കി, അതിന്റെ ഒരു ഇക്വേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. Fe എന്ന് പറഞ്ഞാൽ അയണിന്റെ സിമ്പിൾ ആയിട്ടോ, ഫെറസ് എന്ന് വിളിക്കും. Fe അയണിന്റെ സിമ്പിൾ ആണ്. അത് ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? ഓക്സിജനുമായിട്ടും. O2 എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ആട്ടോ. H2O എന്ന് പറഞ്ഞാൽ വാട്ടർ ആണ്. ഇവിടെ വാട്ടർ വേപ്പർ ആയിട്ട് എടുക്കുക. അതെന്തായിട്ട് മാറി? അയൺ ഓക്സൈഡ് ആയിട്ട് മാറി, തുരുമ്പായിട്ട് മാറി. ഇത് അവിടെ സംഭവിക്കുന്ന റിയാക്ഷൻ എന്നുള്ളത്. നോക്കിയേ, നമ്മുടെ പാവം നല്ലതായിട്ടിരുന്ന റോബോട്ട് എന്ത് ചെയ്തു? തുരുമ്പിച്ച് ഒരു പരുവമായിട്ട് മാറി. നോക്കിയേ, ഭയങ്കരമായിട്ട് തുരുമ്പിച്ചു, റെസ്റ്റ് ആയിട്ട് മാറി. അല്ലെ? അതായത് ഇനി ഈ റെസ്റ്റിംഗ് പ്രോസസ് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഹയർ ഹ്യൂമിഡിറ്റി, അതായത് ഭയങ്കരമായിട്ട് ഹ്യൂമിഡിറ്റി ഉള്ള സ്ഥലങ്ങളിൽ, അത് ഭയങ്കരമായിട്ട് മോയിസ്ചർ ഉള്ള സമയങ്ങളിൽ എന്താണ് ഈ റെസ്റ്റിങ്ങിന്റെ അളവ് കൂടും. നിങ്ങൾ ഒരു ഇരുമ്പെടുത്ത് മഴയത്ത് വെച്ച് നോക്കിയാൽ മതി, സാധാ തുരുമ്പിക്കുന്നതിനേക്കായും മുകളിലായിട്ട് അത് തുരുമ്പിക്കും. ദ റെസ്റ്റിംഗ് പ്രോസസ് ഓഫ് ഓക്സിജൻ ആൻഡ് വാട്ടർ. അതായത് പ്രോസസ് ഓഫ് റെസ്റ്റിംഗ്, അതായത് റെസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്സിജന്റെയും വാട്ടറിന്റെയും പ്രസൻസിൽ ഇരുമ്പ് തുരുമ്പിക്കുന്നതിനെ നമുക്ക് എന്തായിട്ട് പറയാനായിട്ട് പറ്റും? റെസ്റ്റിംഗ് എന്ന് പറയാനായിട്ട് പറ്റും. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? നമ്മുടെ റോബോട്ടിന്റെ അവസ്ഥ ഉണ്ടോ? എങ്ങനെയാണ് അത് തുരുമ്പിച്ചത് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അതായത് ഒരു
എന്താ പറയുക, വാട്ടറിന്റെയും വാട്ടർ വേപ്പറിന്റെയും കണ്ടന്റ് വരുമ്പോൾ എല്ലാ മെറ്റൽസും എന്ത് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും? തുരുമ്പിക്കാനുള്ള ടെൻഡൻസി കാണിക്കും. നോക്കിയേ, നമ്മുടെ പാവം റോബോട്ടിനെ ആര് വിഴുങ്ങി? നമ്മുടെ ആര് വിഴുങ്ങി? റെസ്റ്റ് എന്ന് പറയുന്ന തുരുമ്പ് വിഴുങ്ങി. ഇപ്പൊ റോബോട്ടിന്റെ കഥ മനസ്സിലായോ? അതായത് എനിക്ക് നെയിം എന്തായിരുന്നു? റോബോട്ടിന്റെ നെയിം എന്തായിരുന്നു? റോബോട്ട് ജൂനിയർ എന്നായിരുന്നു. സ്റ്റാറ്റസ് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? തുരുമ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള തുരുമ്പിച്ച ഫ്രണ്ട്സിനെ കണ്ടോ? നിങ്ങളുടെ വീട്ടിലെ അയൺ ഗേറ്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. നിങ്ങളുടെ വീട്ടിൽ അയൺ ഗേറ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കി. അത് എന്ത് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും? തുരുമ്പിക്കാനുള്ള, റെസ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും. ഇനി ഒന്ന് നോക്കിയേ, നിങ്ങളുടെ വീട്ടിലെ കാറ്, പെയിന്റ് ഇല്ലാത്ത കാറൊക്കെ ഒന്ന് നോക്കിയേ, അതെല്ലാം തുരുമ്പിക്കാനുള്ള ടെൻഡൻസി കാണിക്കും. നോക്കിയേ, ആ കഥ കേട്ടിട്ട് ആ പാവം പയ്യൻ കരഞ്ഞു പോവുകയാണ്. ഈസ് ഓൾസോ ക്രൈം. അവനൊരു ഐഡിയ തോന്നി. അവൻ എന്ത് ചെയ്തു? അവൻ അതിനെ സ്പ്രേ ചെയ്തു. സ്പ്രേ ചെയ്ത സമയത്ത് നോക്കിയേ, ഇനി സംഭവിച്ച മാറ്റമാണ് മാറ്റം. നോക്കിയേ, സ്പ്രേ ചെയ്ത്, അതായത് പെയിന്റ് ചെയ്ത സമയത്ത് ആ റെസ്റ്റിനെ എന്ത് ചെയ്യാൻ പറ്റി? ഒഴിവാക്കാനായിട്ട് പറ്റി. ഇതാണ് നമ്മുടെ റോബോട്ടിന്റെ കഥ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ എന്താണ് റോബോട്ടിന്റെ കഥ എന്നുള്ളത്? റോബോട്ടിന് എങ്ങനെയാ തുരുമ്പ് പറ്റിയെന്ന് മനസ്സിലായോ? റോബോട്ടിന്റെ ദേഹത്ത് എങ്ങനെയാണ് തുരുമ്പ് പറ്റിയെന്ന് മനസ്സിലായോ? അപ്പൊ നിങ്ങളുടെ വീട്ടിൽ റോബോട്ടൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ ഇരുമ്പൊക്കെ ഉണ്ടെങ്കിൽ, ഇരുമ്പിന്റെ പീസൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഇതുപോലത്തുള്ള കഥ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ടാവും. നിങ്ങളുടെ അടുത്ത് മഴയത്ത് വെക്കുമ്പോൾ, നിങ്ങളുടെ അടുത്ത് വെയിലത്ത് വെക്കുമ്പോൾ എന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനും ഒക്കെ ആയിട്ട് ഇത് റിയാക്ട് ചെയ്ത് എന്താ സംഭവിക്കുന്നത്? ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും, ഇങ്ങനെ തുരുമ്പിക്കാനുള്ള ടെൻഡൻസി കാണിക്കും. അപ്പോൾ ഇങ്ങനെ തുരുമ്പിനെയൊക്കെ അവോയ്ഡ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ആ കുട്ടി ആ റോബോട്ടിന് ചെയ്തു കൊടുത്തതുപോലെ എന്ത് ചെയ്താൽ മതി? നന്നായിട്ട് പെയിന്റ് ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? നന്നായിട്ട് പെയിന്റ് ചെയ്താൽ മതി. ഇനി നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചു കാണും, നിങ്ങളുടെ വീട്ടിലൊക്കെ അതിന് മുമ്പ് എന്താണ് റെസ്റ്റ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. വാട്ട് ഈസ് റെസ്റ്റ്? ദ പ്രോസസ് ഓഫ് റെസ്റ്റിംഗ് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് ഫോളോയിങ്. നോക്കിയേ, ആ താഴെ സാർ തന്നിട്ടുണ്ട്, ഒരു റിയാക്ഷൻ തന്നിരിക്കുന്നുണ്ടോ? ഒരു റിയാക്ഷൻ, കെമിക്കൽ റിയാക്ഷൻ തന്നിരിക്കുന്നുണ്ടോ സാർ? ഒന്ന് നോക്കിയാനായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അയൺ പ്ലസ് ഓക്സിജൻ പ്ലസ് വാട്ടർ, അതായത് അയണും അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനും വാട്ടറും ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? അവിടെ റെസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും. REST അല്ല, വിശ്രമിക്കുകയല്ല, RUST ആണ്. RUST എന്ന് പറയുന്ന റെസ്റ്റ് എന്ന് പറയുന്ന തുരുമ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടാവുന്നു. ഇനി നോക്കിക്കേ, എങ്ങനെ നമുക്ക് ഈ റെസ്റ്റിങ്ങിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയാനായിട്ട് പോകുന്നത്. എങ്ങനെ നമ്മൾ റെസ്റ്റിങ്ങിനെ പ്രിവെന്റ് ചെയ്യും എന്നാണ് പറയാനായിട്ട് പോകുന്നത്. ഗാൾവനൈസേഷൻ എന്നാണ് ഈ പ്രോസസ്സിനെ പറയുന്ന പേര്. എന്തുവാ പ്രോസസ്സിനെ പറയുന്ന പേര്? ഇതുകൊണ്ടല്ലോ സാർ കൊടുത്തിരിക്കുന്നുണ്ടോ? ഗാൾവനൈസേഷൻ എന്നാണ് ഈ പ്രോസസ്സിന്റെ പേര്. GALVANISATION, ഗാൾവനൈസേഷൻ എന്നാണ് ഈ പ്രോസസ്സിന്റെ പറയുന്ന പേര്. എന്താണ് ഈ ഗാൾവനൈസേഷൻ എന്ന് നോക്കാം. ദ പ്രോസസ് ഓഫ് ഡിപ്പോസിറ്റിംഗ് എ ലെയർ ഓഫ് സിങ്ക് ഓൺ അയൺ, അല്ലെങ്കിൽ ഒരു മെറ്റലിന് പുറത്ത് മറ്റൊരു മെറ്റലിനെ കോട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഗാൽവനൈസേഷൻ എന്ന് വിളിക്കുന്നത്. നേരത്തെ സാർ പറഞ്ഞു അല്ലെ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ സ്റ്റെയർ കേസിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റീരിയൽ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ചിലപ്പോഴൊക്കെ അതിന്റെ മേളിൽ ഇരുന്ന് തെന്നി നിരങ്ങി കളിക്കാറുണ്ട് അല്ലെ? നല്ല ഗ്ലേസിംഗ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. വീട്ടിന്റെയൊക്കെ സ്റ്റെയർ കേസുകളിൽ അല്ലെങ്കിൽ വീടിന്റെയൊക്കെ പടികളിൽ വെച്ചിരിക്കുന്ന ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചിലപ്പോഴെങ്കിലൊക്കെ ശ്രദ്ധിച്ചാണ് ഓഫീസുകളിലോട്ടൊക്കെ കയറി പോകുമ്പോൾ, അല്ലെങ്കിൽ ചിലയിടത്തൊക്കെ കയറി പോകുമ്പോൾ ഇങ്ങനെ ഒരു സാധനം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. കണ്ടിട്ടില്ലേ? എല്ലാവരും കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അത് തുരുമ്പിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതെന്ത് ചെയ്യാറില്ല? തുരുമ്പിക്കാറില്ല, അല്ലെങ്കിൽ അത് റെസ്റ്റ് ചെയ്യാറില്ല. എന്തുകൊണ്ടാ? അതൊരു മെറ്റലിന്റെ പുറത്ത്, ദാറ്റ് മീൻസ് ഒരു മെറ്റലിന്റെ പുറത്ത് മറ്റൊരു മെറ്റലിനെ എടുത്ത് കോട്ട് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഗാൾവനൈസേഷൻ എന്ന് വിളിക്കുക. എന്തെന്ന് വിളിക്കും? ഗാൾവനൈസേഷൻ എന്ന് വിളിക്കും. ദാറ്റ് മീൻസ് ടു കോട്ട് എ മെറ്റൽ ഓവർ അനദർ മെറ്റൽ. ഒരു മെറ്റലിന്റെ പുറത്ത് മറ്റൊരു മെറ്റലിനെ ഉപയോഗിച്ച് കോട്ട് ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെ നമ്മൾ എന്തൊരു പേരിട്ട് വിളിക്കുക? ഗാൾവനൈസേഷൻ എന്ന് വിളിക്കുക. ഇനിയും നോക്കി, പിന്നെ ഒരു ഇരുമ്പ് തുരുമ്പിക്കുകയാണെങ്കിലോ, വീട്ടിലെ ഞാൻ നേരത്തെ പറഞ്ഞു അയൺ ഗേറ്റ് തുരുമ്പിക്കുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യും? ആ റെസ്റ്റിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? റെസ്റ്റിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? വീട്ടിലെ ഗേറ്റ് തുരുമ്പിക്കുകയാണ്. അപ്പൊ വീട്ടിലെ അച്ഛനും അമ്മയും എന്ത് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും? അതിനെ എടുത്ത് പെയിന്റ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റും അല്ലെ? അതിനെ എടുത്ത് എന്ത് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റും? പെയിന്റ് ചെയ്യാനായിട്ട് വരുന്നതായിട്ട്. അപ്പൊ റെസ്റ്റിങ്ങിനെ പ്രിവെന്റ് ചെയ്യാനുള്ള രണ്ട് മെത്തേഡ്സ് ഞാൻ പറഞ്ഞു തന്നു, സാർ പറഞ്ഞു തന്നു. എന്തൊക്കെയാ രണ്ട് മെത്തേഡ്സ്? ഒന്നെങ്കിൽ എന്ത് ചെയ്താൽ മതി? പെയിന്റ് ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? ആ സാധനം നന്നായിട്ട് എന്ത് ചെയ്താൽ മതി? പെയിന്റ് ചെയ്താലായിട്ട് മതി അല്ലെ? നന്നായിട്ട് പെയിന്റ് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് റെസ്റ്റിങ്ങിനെ ഒഴിവാക്കാനായിട്ട് പറ്റിക്കൂടെ?
പറ്റിക്കൂടെ? രണ്ട്, ഗാൽവനൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എന്താ പ്രോസസ്സിന്റെ പേര്? ഗാൽവനൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഒരു മെറ്റലിന്റെ പുറത്ത് മറ്റൊരു മെറ്റലിനെ എടുത്ത് കോട്ട് ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെ നമ്മൾ എന്തിനു പേരിട്ട് വിളിക്കുക? ഗാൽവനൈസേഷൻ എന്ന പേരിട്ട് വിളിക്കുക. മനസ്സിലായോ? രണ്ട് മെത്തേഡ്സും മനസ്സിലായോ? ഇസ് ഇറ്റ് ക്ലിയർ? മനസ്സിലായോ? ഓക്കെ ഓക്കെ. എന്നാൽ നമുക്ക് അടുത്ത ഒരു കഥയിലൂടെ ഒന്ന് പോയി നോക്കാം. ഒരു സാധനോടെ നമുക്ക് ഇനി പഠിക്കാനുണ്ടല്ലോ. എന്താണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഒരു ക്രിസ്റ്റലൈസേഷൻ നമ്മൾ ഇന്ന് എന്താണെന്ന് പഠിക്കും. എന്നിട്ട് ഞാൻ നിങ്ങളെ ഒരു ചെറിയ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് പഠിപ്പിക്കും. അതോടെ നമ്മുടെ ഈ ചാപ്റ്ററും തീരും, നമ്മുടെ ഇന്നത്തെ കഥയും തീരും. ഓക്കെ, നമുക്കൊന്ന് കണ്ടു നോക്കാം എന്താണ് വാട്ട് ഈസ് ക്രിസ്റ്റലൈസേഷൻ എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. ഒരു റാബിറ്റിന്റെയും ഒരു കുട്ടിയുടെയും കഥയാണ് സാറിന് പറയാനായിട്ട് പോകുന്നത്. ശ്രദ്ധിച്ചു കേട്ടോണേ. നോക്കിക്കേ, ക്രിസ്റ്റലൈസേഷൻ എന്താണെന്നാണ് പറയാനായിട്ട് പോകുന്നത്. നമ്മുടെ റാബിറ്റ് എന്തോ കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കിക്കേ, അതിനകത്ത് എന്തെടുത്തിട്ടു? സോൾട്ട് എടുത്തിട്ടു കേട്ടോ. ആ പ്രിപ്പയർ ചെയ്യുന്ന സാധനത്തിനകത്ത് എനിക്ക് തോന്നുന്നു റാബിറ്റ് സൂപ്പാണ് ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോണം. എന്നിട്ട് സ്ട്രോ ഇട്ടിട്ട് റാബിറ്റ് കുടിച്ചു നോക്കുകയാണ്. പറയാണ് ഫുഡ് ടേസ്റ്റ് ഗുഡ് ഡ്യൂ ടു ദ അഡീഷൻ ഓഫ് സാൾട്ട് ഇൻ ഇറ്റ്. അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം അതിനകത്ത് സാൾട്ട് ആഡ് ചെയ്യുന്ന സമയത്താണ്, ഉപ്പ് ആഡ് ചെയ്യുന്ന സമയത്താണ് എന്തിന് ടേസ്റ്റ് കിട്ടുക? നമ്മുടെ എല്ലാ ഫുഡിനും, എല്ലാ ഫുഡ് മെറ്റീരിയൽസിനും ടേസ്റ്റ് കിട്ടുന്ന എപ്പോഴാണ്? നമ്മൾ കുറച്ച് ഉപ്പൊക്കെ ഇടുമ്പോഴാണ്. അപ്പൊ കുറച്ച് ഉപ്പൊന്ന് കൂടിപ്പോയാലോ നമ്മൾ പറയും അമ്മ ഇതിന് എന്തൊരു ഉപ്പാണെന്ന് പറയും അല്ലേ. അമ്മ ഇതെന്താ ഈ ചെയ്തിരിക്കുന്നത്, ഈ സാധനത്തിനൊക്കെ ഭയങ്കര ഉപ്പാണല്ലോ എന്ന് പറയും അല്ലേ. ഇപ്പൊ നോക്കിക്കേ, ഈ സാധനത്തിനകത്ത് കറക്റ്റ് ഉപ്പൊക്കെ ഇട്ടാണ് നമ്മുടെ റാബിറ്റ് ഉണ്ട്. നമ്മുടെ കുട്ടി കണ്ടാണ്ടോ സ്കേറ്റിംഗ് ബോർഡൊക്കെ കളിച്ച് വളരെ ക്ഷീണിച്ച് വന്നിരിക്കുകയാണ്. ഹേയ് ഫ്രണ്ടിനെയൊക്കെ അഭിസംബോധന ചെയ്യാണ്. അപ്പോൾ റാബിറ്റ് തിരിച്ചു പറയാണ്, ഹലോ, ഐ ഹാവ് പ്രിപ്പയർഡ് സം ഡിലീഷ്യസ് സൂപ്പ്. ഞാൻ നിനക്ക് വേണ്ടി എന്തുണ്ടാക്കിയിട്ടുണ്ട്? സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നതിന് മുമ്പ് കുട്ടി വന്നിരുന്നു. അതിനുശേഷം എന്ത് ചെയ്യാണ്? റാബിറ്റ് സൂപ്പ് എടുത്ത് കൊടുക്കുകയാണ്. റാബിറ്റ് സൂപ്പ് എടുത്ത് കൊടുത്തു രണ്ടുപേർക്ക് കുടിക്കാനായിട്ട്. റാബിറ്റ് എന്ത് ചെയ്തു? സൂപ്പ് എടുത്ത് കൊടുത്തു. ആൻഡ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് അറിയാമെന്ന് ചോദിച്ചു കുട്ടിയെടുത്ത്. നമ്മുടെ അടുത്ത് വീട്ടിൽ ചോദിക്കുകയാണ്. നമുക്ക് കഴിക്കാനല്ലേ അറിയൂ, നമുക്ക് എന്തിനറിയില്ല? നമുക്ക് ഉണ്ടാക്കാൻ അറിയില്ല, നമുക്ക് നന്നായിട്ട് കഴിക്കാനല്ലേ അറിയുള്ളൂ. എന്നിട്ട് കുട്ടി പറഞ്ഞു, എന്നിട്ട് റാബിറ്റ് പറഞ്ഞു എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞുതരാം എന്ന് റാബിറ്റ് പറഞ്ഞു കൊടുക്കാം എന്ന് പറഞ്ഞു. സാൾട്ട് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ദ ഇവാപറേഷൻ ഓഫ് സീ വാട്ടർ. നിങ്ങൾക്ക് അറിയാവോ എന്ന് എനിക്കറിയില്ല, കാരണം എന്താണ്, കടൽ വെള്ളം വറ്റിച്ചാണ് ഉപ്പ് ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവണം അല്ലേ. അപ്പൊ ഇങ്ങനെയാണ് ഉപ്പ് ഉണ്ടാക്കുന്നത്. ഹൗവർ ദ സാൾട്ട് ഈസ് ഇംപ്യൂർ ആൻഡ് ഹാസ് സ്മോൾ ക്രിസ്റ്റൽസ്. അതിനകത്ത് എന്തുണ്ട്? അങ്ങനെ വറ്റിച്ചുണ്ടാക്കുന്ന സാൾട്ട് എന്താണ്? ഇംപ്യൂർ ആണ്, നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത സാധനമാണ്. ആൻഡ് ഇറ്റ് ഈസ് സ്മോൾ ക്രിസ്റ്റൽസ്. അതിനകത്ത് എന്താണ്? ചെറിയ ചെറിയ തരികളാണ് ഉണ്ടാകുന്നത്. സാൾട്ട് ഈസ് കൺവേർട്ടഡ് ഇൻ ടു പ്യുവർ സ്റ്റേറ്റ്. നോക്കിക്കേ, സാൾട്ട് എങ്ങനെയാണ് അതിന്റെ പ്യുവർ സ്റ്റേറ്റിലേക്ക് ഉണ്ടാകുന്നത്? നോക്കിക്കേ, സാൾട്ട് എങ്ങനെയാണ് അതിന്റെ പ്യുവർ സ്റ്റേറ്റിലേക്ക് ഫോം ചെയ്യുന്നത് എന്നാണ് പറയാനായിട്ട് പോകുന്നത്. ദ സാൾട്ട് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു പ്യുവർ സ്റ്റേറ്റ് ബൈ ദ പ്രോസസ് ഓഫ് ക്രിസ്റ്റലൈസേഷൻ. ക്രിസ്റ്റലൈസേഷൻ കണ്ടോ? ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ് സാൾട്ട് നമുക്ക് കിട്ടുന്നത്, അതിന്റെ പ്യുവർ ഫോമിൽ കിട്ടുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ദാറ്റ് മീൻസ് ക്രിസ്റ്റലൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ലാർജ് ക്രിസ്റ്റൽസ് ഇൻ പ്യുവർ സ്റ്റേറ്റ്. ലാർജ് ക്രിസ്റ്റൽസിനെ അതിന്റെ പ്യുവർ സ്റ്റേറ്റിൽ കിട്ടുന്ന പ്രോസസ്സിനെയാണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇനി വീട്ടിൽ അമ്മ ഉപ്പ് എടുക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, എങ്ങനെയാ ഉപ്പ് കിട്ടുന്നത് അമ്മേ? കടൽ വെള്ളം വെറ്റിച്ചാണ്. എന്താണ് ആ പ്രോസസ്സിന്റെ പേര്? ആ പ്രോസസ്സിന്റെ പേരെന്താണ്? ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമുക്ക് ഉപ്പ് കിട്ടുന്നത് എന്ന് പറഞ്ഞു കൊടുക്കണം. ഇനി നോക്കാം നമുക്ക് എന്താണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം. കുട്ടി ഉറങ്ങുകയാണ്. നോക്കിയേ, ഉറങ്ങുന്ന കുട്ടി എഴുന്നേൽപ്പിക്കാൻ നമ്മുടെ കയ്യിൽ ആക്ടിവിറ്റി ഉണ്ട്. കൂടെ വിളിക്കുകയാണ്. കൂടെ വിളിച്ചിട്ട് നോക്കിയേ, എന്താണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പഠിക്കാനുള്ള ഒരു ആക്ടിവിറ്റി കാണിച്ചു കൊടുക്കുകയാണ്. ആക്ടിവിറ്റി അസിസ്റ്റ് ചെയ്യാനൊന്നും ചോദിക്കുകയാണ്. അപ്പോൾ കുട്ടി പറയുകയാണ്, ഇൻട്രസ്റ്റഡ് അല്ല, എനിക്ക് ഇൻട്രസ്റ്റ് ഒന്നുമില്ല, നിന്നെ അസിസ്റ്റ് ചെയ്യാനൊന്നും എനിക്ക് ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ എന്താണ്, റാബിറ്റ് എന്താണ് ഒരു ഡയറി മിൽക്ക് എടുത്ത് കൊടുക്കുകയാണ് കുട്ടിക്ക്. നോക്കിയേ, ഇപ്പൊ ഇൻട്രസ്റ്റ് വന്നു അല്ലേ. ഡയറി മിൽക്ക് കൊടുത്തപ്പോൾ ഇൻട്രസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ പെട്ടെന്ന് പോയി വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറയുകയാണ്. അപ്പൊ നിങ്ങളും ചെയ്യേണ്ട ആക്ടിവിറ്റിയാണ് പറയാനായിട്ട് പോകുന്നത്. കുറച്ച് വെള്ളം എടുക്കുക. വെള്ളം എന്ത് ചെയ്യണം? ഒരു കണ്ടെയ്നറിനകത്ത് എടുക്കണം. കുറച്ച് വെള്ളം ഒരു കണ്ടെയ്നറിനകത്ത് എടുക്കണം. ലിസൺ, ഈ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ വീട്ടിൽ ആരെങ്കിലും കൂടെ വേണം കേട്ടോ. എന്നിട്ട് അതിനെ നന്നായിട്ട് ഹീറ്റ് ചെയ്യണം. ആ വെള്ളത്തെ നന്നായിട്ട് ഹീറ്റ് ചെയ്യണം. അതിനുശേഷം എന്താണ് ചെയ്യേണ്ടത്? പോയി കുട്ടിയെടുത്ത് പറയാണ്, കുറച്ച് ഉപ്പ് എടുത്തുകൊണ്ട് വരിക. കുട്ടി എന്ത് ചെയ്തു? ഉപ്പ് എടുത്തുകൊണ്ട് വന്നു. കുറച്ച് ഉപ്പ് കൂടുതലിട്ടോ. എന്നിട്ട് എന്ത് ചെയ്യണം? അതിനെ നന്നായിട്ട് ഇളക്കി അത് വെള്ളത്തിനകത്ത് നന്നായിട്ടിട്ട് ഇളക്കണം. കെയർഫുൾ, നല്ല സൂക്ഷിച്ച് വേണം കേട്ടോ ചെയ്യാൻ. നല്ല ചൂട് വെള്ളമാണ്, അതുകൊണ്ട് ഉപ്പ് അതിനകത്ത് ഇടുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. കണ്ടോ, ഉപ്പിടുക, പിന്നെ ഇളക്കുക, ഉപ്പിടുക, പിന്നെ ഇളക്കുക.
എന്നിട്ട് മോർ ആൻഡ് മോർ സോൾട്ട്, അതിനകത്ത് സോൾട്ട് ഡിസോൾവ് ചെയ്യുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് എല്ലാ സാൾട്ടും ഇതിനകത്ത് ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുക. അതിനുശേഷം ഇനി എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും അറിയണ്ടേ? അത് വീട്ടിൽ അരിപ്പൊച്ച ഒരു ഫിൽട്ടർ വെച്ചിട്ട് അതിനെ അരിക്കുക. അതിനെ എന്ത് ചെയ്യുക? വെച്ചിരിക്കുന്ന സോൾട്ട് സൊല്യൂഷനെ ഒരു ഫിൽട്ടർ വെച്ചിട്ട് അരിക്കുക. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കണ്ടോ, അരിച്ചു വെച്ചിരിക്കുന്ന സാധനം ഒന്ന് കുറച്ച് നേരം അവിടെ ഇരിക്കാനായിട്ട് അലോ ചെയ്യുക. എന്നിട്ട് അത് തണുക്കാനായിട്ട് അതിനെ ചരിപ്പിക്കുക. എന്നിട്ട് ഒരു നൂലെടുക്കണം, ഒരു സ്ട്രിങ് എടുക്കുക. എന്നിട്ട് അതിനെ ഒരു സ്റ്റിക്കിനകത്ത് സ്ട്രിങ് ചെയ്യുക, അതായത് ഒരു സ്റ്റിക്കിനകത്ത് വെക്കുക. എന്നിട്ട് ആ പാത്രത്തിനകത്തോട്ട് സാർ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് പോലെ ഇടുക. സാർ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് പോലെ എന്ത് ചെയ്യുക? ഇടുക. നോക്കിക്കേ. എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വന്നിട്ട് അതിനകത്തൊന്ന് നോക്കാം. ഒന്ന് ഇപ്പൊ നിങ്ങൾ പുറത്തൊക്കെ പോയിട്ട് താണ്ടോ റാബിറ്റും കുട്ടിയുടെ പുറത്തേക്ക് പോവാണ്. പുറത്തൊക്കെ പോയിട്ട് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് വന്നിട്ടൊന്ന് നോക്കുക. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ആ പാത്രത്തിനകത്തോട്ട് നിങ്ങളൊന്ന് നോക്കുക എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന്. ഇങ്ങനെ ക്രിസ്റ്റലായിട്ട്, ലാർജ് ക്രിസ്റ്റൽസ് ആയിട്ട് ഇരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ആ ഉപ്പ് ആ സ്ട്രിങ്ങിനകത്ത് ലാർജ് ക്രിസ്റ്റൽസ് ആയിട്ട് ഇരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഈ ആക്ടിവിറ്റി നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. അതാണ്ടാണോ ഇങ്ങനെ ആക്ടിവിറ്റി ചെയ്തു നോക്കുമ്പോൾ സാർ ഇതുപോലെ മുട്ടായിയൊക്കെ നിങ്ങൾക്ക് തരും. ഓക്കെ, അപ്പോൾ ഇന്ന് നിങ്ങൾ വീട്ടിൽ ചെന്ന് ചെയ്തു വെക്കാനുള്ള ആക്ടിവിറ്റിയാണ് നിങ്ങൾക്ക് പറയാനായിട്ട് പറയുക. ഒന്ന്, ഈ ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് വേണം? അടുത്ത് മാതാപിതാക്കൾ ആരെങ്കിലും ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം കേട്ടോ. 2, ഈ ആക്ടിവിറ്റി ചെയ്ത് നോക്കിയിട്ട് എന്താണ് റിസൾട്ട്, ഇങ്ങനെ തന്നെ കിട്ടുന്നുണ്ടോ, ലാർജ് ക്രിസ്റ്റൽസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഈ എക്സ്പെരിമെന്റ് ചെയ്ത് കഴിയുമ്പോൾ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനി ആക്ടിവിറ്റി നമ്മൾ പഠിച്ചത് എന്താ? ക്രിസ്റ്റലൈസേഷൻ ആണ്. ഇനി അമ്മയെടുത്ത് വീട്ടിൽ ഉപ്പ് എടുക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണം, അമ്മ ഉപ്പ് എങ്ങനെയാണ് കിട്ടുന്നത്? ഉപ്പ് എങ്ങനെയാണ് കിട്ടുന്നത്? സീ വാട്ടർ എന്ത് ചെയ്യാണ്? സീ വാട്ടറിനെ വറ്റിക്കുമ്പോൾ ഇവാപ്പറേഷൻ എന്ന് പറയുന്ന പ്രോസസ് അപ്ലൈ ചെയ്ത് സീ വാട്ടറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? വറ്റിച്ചെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ചെറിയ ക്രിസ്റ്റൽസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സോൾട്ട് എന്ന് വിളിക്കുന്നത്. നോക്കിയേ, എന്താണ് അതിന്റെ ഡെഫിനിഷൻ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സ്ക്രീനിലേക്ക് ഒന്ന് നോക്കിയേ, എന്താണ് ഡെഫിനിഷൻ എന്നുള്ളത് അവിടെ കിടപ്പുണ്ട്. ലാർജ് ക്രിസ്റ്റൽസ് ഓഫ് പ്യുവർ സബ്സ്റ്റൻസ് ക്യാൻ ബി ഫോംഡ് ഫ്രം ദെയർ സൊല്യൂഷൻ. അതായത് വലിയ ക്രിസ്റ്റൽസ് ഉണ്ടാക്കുന്നു. ഏതിൽ നിന്ന്? അതിന്റെ സൊല്യൂഷനിൽ നിന്ന്. നമ്മളിപ്പോ കണ്ടില്ലേ, എക്സ്പെരിമെന്റ് കണ്ടില്ലേ, റാബിറ്റും കുട്ടിയുടെ ചെയ്ത എക്സ്പെരിമെന്റ്, അതിൽ നിന്ന് കിട്ടിയതാണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ക്രിസ്റ്റലൈസേഷൻ എന്തിന് എക്സാമ്പിൾ ആണ്? ഫിസിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ ആണ് അല്ലേ? നമുക്ക് തിരിച്ച് അതിനെ പിന്നെയും തിരിച്ച് ഒന്നുകൂടെ ഹീറ്റ് ആക്കി കഴിഞ്ഞാൽ അതിനെ വെള്ളമായിട്ട് എടുക്കാൻ പറ്റും. That means crystallization is a physical process. അത് എന്തൊരു പ്രോസസ്സാണ്? ഫിസിക്കൽ പ്രോസസ്സാണ്. അപ്പോൾ ഇതോടെ ചേരുന്നു നിങ്ങളുടെ കുഞ്ഞു ചാപ്റ്റർ ഫിസിക്കൽ ചേഞ്ച് ആൻഡ് കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നമ്മൾ ഇത്രേ കണ്ടോളൂ. വാട്ട് ഈസ് എ ഫിസിക്കൽ ചേഞ്ച്? എന്താണ് ഒരു ഫിസിക്കൽ ചേഞ്ച്? വാട്ട് ഈസ് എ കെമിക്കൽ ചേഞ്ച്? എന്താണ് ഒരു കെമിക്കൽ ചേഞ്ച്? വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിസിക്കൽ ചേഞ്ച് ആൻഡ് കെമിക്കൽ ചേഞ്ച്? ഫിസിക്കൽ ചേഞ്ച് കെമിക്കൽ ചേഞ്ച് നമ്മളുള്ള ഡിഫറൻസ് നമ്മൾ കണ്ടു. അതിനുശേഷം റെസ്റ്റിംഗ് ഓഫ് അയൺ കണ്ടു അല്ലെ? എങ്ങനെയാണ് ഇരുമ്പ് തുരുമ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഒരു എക്സ്പെരിമെന്റ് കണ്ടു. നമ്മുടെ റോബോട്ടിനെ ഓർക്കണം, റെസ്റ്റ് ചെയ്ത റോബോട്ടിനെ ഓർക്കണം, വീട്ടിലെ ഗേറ്റ് ഓർക്കണം. ഇനി അതിനെ റെസ്റ്റിംഗിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും എന്ന് പഠിച്ചു അല്ലെ? എങ്ങനെയാണ് നമ്മൾ അതിനെ തുരുമ്പിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ള കാര്യം പഠിച്ചു അല്ലെ? അതിനുശേഷം നമ്മൾ എന്ത് കണ്ടു? അതിനുശേഷം വെരി ഗുഡ്, നമ്മൾ എന്ത് ചെയ്തു? ക്രിസ്റ്റലൈസേഷൻ എന്താണെന്ന് കണ്ടു. എന്താണ് ഗാൾവനൈസേഷൻ? മറന്നുപോരുത്, ഗാൾവനൈസേഷൻ എന്താണ്? ഒരു മെറ്റലിന്റെ പുറത്ത് മറ്റൊരു മെറ്റലിനെ കോട്ട് ചെയ്യുന്നതാണ്. ടു കോട്ട് എ മെറ്റൽ ഓവർ ആൻ അനദർ മെറ്റൽ. എന്തിനു വേണ്ടിയിട്ട്? റെസ്റ്റിംഗ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൊറോഷൻ എന്ന് പറയുന്നത് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഗാൾവനൈസേഷൻ എന്ന് വിളിക്കുക. റെസ്റ്റിങ്ങിനെ പ്രിവെന്റ് ചെയ്യാൻ വേറൊരു മെത്തേഡ് ഉണ്ട് എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു അല്ലേ? എന്ത് ചെയ്താൽ മതി? സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്താൽ മതി? വീട്ടിലെ ഗേറ്റ് ഒക്കെ തുരുപ്പിക്കുമ്പോൾ പെയിന്റ് ചെയ്താൽ മതി. അതിനുശേഷം എന്താണ് ക്രിസ്റ്റലൈസേഷൻ? പ്യുവർ മെറ്റീരിയൽസ് ഉണ്ടാവുന്ന പ്രോപ്പർട്ടിയാണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് വിളിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചു. ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ഈ സിമ്പിൾ ചാപ്റ്ററിനകത്ത്. എല്ലാവർക്കും ഈ കഥ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുക? വീട്ടിൽ സേഫ് ആയിട്ടിരിക്കുക, നന്നായിട്ട് പഠിക്കുക, ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് സെക്ഷനിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ ഹിയറിംഗ് മൈ സെക്ഷൻ.